ടെട്രാഹീഡ്രൻ. ടെട്രാഹീഡ്രന്റെ എഡ്ജ് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 അല്ലെ? 6 എഡ്ജ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ ആ അരികാണ്, ആ ഒരു ലൈൻ. എങ്ങനെയാണ് ആ ഒരു ലൈൻ? അരിക്, ഷാർപ്പായിട്ടുള്ള അരിക്. ആ കൂർത്ത ഭാഗം, കോർണർ, അതാണ് എന്താ പറയാ, വേർട്ടെക്സ് എന്ന് പറയാം. ഓക്കെ, സോ ഇതിന്റെയൊക്കെ ഒക്ടാഹീഡ്രൻ വരെ നമുക്കത് ഇമാജിൻ ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ? ഒക്ടാഹീഡ്രൻ ആണെങ്കിൽ എത്ര ഫേസ് ഉണ്ട്? ഫേസ് വെച്ചാണ് നമ്മൾ പേരിട്ടത്. സോ ഫേസ് എത്ര എണ്ണം ഉണ്ട് ഒക്ടാഹീഡ്രന്? 8 ഫേസസ്. അങ്ങനെയാണെങ്കിൽ എത്ര എഡ്ജസ് ഉണ്ട്? 6 എഡ്ജസ്. മേലെ 4 എഡ്ജ് ഉണ്ട് അല്ലെ? എഡ്ജ് എന്ന് പറഞ്ഞാൽ ലൈൻ ആണ് കേട്ടോ, ആ വര പോലെ. ആ, മേലെ 4, താഴെ 4, സൈഡിലില്ലേ 4 ഇല്ലേ? ഇങ്ങനെ 4 എണ്ണം ഇല്ലേ? മേലെ ഇങ്ങനെ 4 എണ്ണം, താഴെ 4 സൈഡ്. അപ്പൊ എത്ര എണ്ണമാണ്? 12 എഡ്ജസ്. എത്ര വേർട്ടെക്സ് ഉണ്ട്? മേലെയും താഴെയും. യെസ്, 6 വേർട്ടെക്സ്. അപ്പൊ മേലെയും താഴെയും 2 എണ്ണം, പിന്നെ സൈഡ്സിൽ 4 എണ്ണം. അങ്ങനെ 6 വേർട്ടെക്സ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഇമാജിൻ ചെയ്തെടുക്കാം. ജസ്റ്റ് എഡ്ജ് എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ വേർട്ടെക്സ് എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മതി. സോളിഡ് ഏതാണെന്നുള്ളത് ഇമാജിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ കണ്ടുപിടിക്കാം. പക്ഷെ അതേസമയം വെൻ ഇറ്റ് കംസ് ടു ഡോഡെക്കാഹീഡ്രൻ ആൻഡ് ഐക്കോസാഹീഡ്രൻ, ഞാൻ ആ ഓർഡറിൽ തന്നെയാണ് പറയുന്നത്. ഡോഡെക്കാഹീഡ്രൻ വിത്ത് 12 ഫേസസ് ആൻഡ് ഐക്കോസാഹീഡ്രൻ വിത്ത് 20 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഫേസസ്. ഓക്കെ, അപ്പൊ ഫേസ് നമുക്ക് എണ്ണം അറിയാം, കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ പേരിട്ടത്. അത് കഴിഞ്ഞ് ഇനി ആരാ വരുന്നത്? എഡ്ജാണ്. എഡ്ജ് ഭാഗ്യത്തിന് രണ്ടും സെയിം ആണ്. 30 എഡ്ജാണ് രണ്ടെണ്ണത്തിനുള്ളത്. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, ഓരോരുത്തരോടും ഞാൻ ചോദിക്കും. അപ്പം രണ്ടെണ്ണത്തിനും ഈക്വൽ നമ്പർ ഓഫ് എഡ്ജസ് ആണ്. അത് എത്രയാണ്? 30. ഓക്കെ, അത് കഴിഞ്ഞ് ഈ നമ്പേഴ്സിന് ഒരു കളിയുണ്ട്. എന്താണ് നമ്പേഴ്സ്? 20 12 30 എന്നാണ് ഈ നമ്പേഴ്സ് പോകുന്നത് പ്ലേറ്റോണിക് സോളിഡ്സിന്റെ. ഈ വേർട്ടെക്സ്, എഡ്ജ്, സർഫസ്, വേർട്ടെക്സ്, എഡ്ജ്, ഫേസ് എന്നുള്ള നമ്പേഴ്സ് ഒന്നില്ലെങ്കിൽ 20, അല്ലെങ്കിൽ 12, അല്ലെങ്കിൽ 30. ഈ 3 നമ്പേഴ്സിലാണ് നിൽക്കുന്നത്, ഡോഡെക്കാഹീഡ്രന്റെയും ഐക്കോസാഹീഡ്രന്റെയും. അത് നമുക്ക് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം ഈ ഡോഡെക്കാഹീഡ്രൻ 12 ഫേസ്, 30 എഡ്ജ്. അങ്ങനെയാണെങ്കിൽ വേർട്ടെക്സ് എത്ര? വേർട്ടെക്സ് 20. മനസ്സിലായോ? 12ഉം 30 ഓൾറെഡി പോയി. അപ്പൊ 20 അതിന്റെ എന്ത്? വേർട്ടെക്സ്. അത് കഴിഞ്ഞ് ഐക്കോസാഹീഡ്രന്റെ 20 ഫേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? 20 ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഫേസസ്. അതിനകത്തും 30 എഡ്ജാ. രണ്ടും 30 എഡ്ജ് ആണെന്ന് പറഞ്ഞു. അപ്പം ഐക്കോസാഹീഡ്രനും 30 എഡ്ജ്. അങ്ങനെയാണെങ്കിൽ അതിന് വേർട്ടെക്സ് എത്ര? 12ഉം പോയി, 20ഉം പോയി, 30ഉം പോയി. അപ്പം 12 അതിന്റെ വേർട്ടെക്സ്. കിട്ടിയോ? അവിടെ കിട്ടിയോ? സമീൽ, സ്വാതി, എല്ലാവർക്കും കിട്ടിയോ? ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനിയിപ്പോ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെ ഇതിനകത്തുനിന്ന് ഏത് വേണമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരാം കേട്ടോ. നമുക്ക് നാറ്റക് ആണെങ്കിലും ചോദിക്കാം. അപ്പം നമ്മൾ ഐക്കോസാഹീഡ്രൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഹിന്റ് തരിക, 20 ഫേസസ് ഉണ്ട്, 30 എഡ്ജ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി വേർട്ടെക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ ചോദ്യം ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനും യൂസ് ചെയ്യാം. എഫ് പ്ലസ് വി മൈനസ് ഇ ഇസ് ഈക്വൽ ടു 2. എഫ് പ്ലസ് വി മൈനസ് ഇ ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ഒരു ഇക്വേഷനും യൂസ് ചെയ്യാം. രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. പക്ഷെ അത് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആവണമെന്നില്ല. ഒരേപോലത്തെ സൈറ്റ്സ് ആണ് എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആണ് കേട്ടോ. ഇത് ഏത് സോളിഡ് ആണെങ്കിലും ഒരേപോലത്തെ സൈറ്റ്സ് ആണ് എല്ലാം എന്നുണ്ടെങ്കിൽ എഫ് പ്ലസ് ബി മൈനസ് ഇ ഇസ് ഈക്വൽ ടു 2 എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് മൂന്നാമത്തെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സോ ആ ഒരു പോർഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ചൊരു കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തു. ഇങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ അത് ആൻസർ ചെയ്യുക ആൻഡ് അത് റിലേറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് CPCB? എന്താണ് CPCBന്റെ ഫുൾ ഫോം? എന്താണ്? സെന്റർ പൊല്യൂട്ടഡ് കൺട്രോൾ ബോർഡ്. കുറച്ച് സെൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല എന്ന് മനസ്സിലാവും. കാരണം പൊല്യൂട്ടഡ് കൺട്രോൾ ബോർഡ് ഒരു ബേസിക് ഒരു ഗ്രാമർ തന്നെ അവിടെ, അല്ലെങ്കിൽ മീനിങ് തന്നെ അവിടെ ആപ്ലിക്കബിൾ ആവുന്നില്ല. പിന്നെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ പൊല്യൂട്ടഡ് ആൻഡ് കൺട്രോൾ ബോർഡ്, സെന്റർ ഫോർ പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ബോർഡ്, ഇതൊക്കെ
ഐ മീൻ ജസ്റ്റ് ഗ്രാമർ നോളജ് ഉണ്ടെങ്കിൽ തന്നെ സെന്റർ ഫോർ പൊല്യൂഷൻ അങ്ങനെ ആവുമോ? അല്ല. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? B. ബി, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അത്രേ ഉള്ളൂ. വലിയ ഒത്തിരി എക്സ്പ്ലനേഷൻ ഒന്നും അതിന് തരേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം ഗ്രാമാറ്റിക്കലി തന്നെ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബസിലിക്ക ഓഫ് ബോം ജീസസ്, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, is located in which state of India? Daman, Kerala, Goa, Andaman and Nicobar Island. ഏതാണ്? ഗോവ. യെസ്, കറക്റ്റ് ആൻസർ ഇസ് ഗോവ. ആൻഡ് അപ്പൊ ഞാനൊരു വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് യുനെസ്കോ? യുനെസ്കോന്റെ ഫുൾ ഫോം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യട്ടെ കേട്ടോ. United Nations Educational, Scientific and Cultural Organization. Yes, that is right. Okay, so കിട്ടിയല്ലോ. ഇത് റിലേറ്റ് ചെയ്തിട്ട് യുനെസ്കോ, പിന്നെ യുണിസെഫ്, ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. യുനെസ്കോ, യുണിസെഫ്, യുനിഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിൻ്റെ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. യുനെസ്കോന്റെ എന്താണ് ഫുൾ ഫോം? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക്. ഇ ഫോർ എഡ്യൂക്കേഷണൽ ആണ്, എസ് ഫോർ സയന്റിഫിക് ആണ്, സി ഫോർ കൾച്ചറൽ ആണ്. അത് ആലോചിക്കുക. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നിന്നാണെങ്കിലും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. യുനെസ്കോ കഴിഞ്ഞിട്ട് യുനിഡോ നോക്കാം. യുനിഡോ ഫുൾ ഫോം യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് യുനിഡോ. യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് യുനിഡോ. യുനിസെഫ് എന്താ അറിയായിരിക്കുമല്ലോ. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷണൽ. ഒരു മിനിറ്റ്. യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ, ഐ ഫോർ ഇന്റർനാഷണൽ, സി ഫോർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷണൽ. സോറി, എഡ്യൂക്കേഷണൽ അല്ല, എമർജൻസി ആണ്. എമർജൻസി, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതല്ല. ദാറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ യുനെസ്കോയിൽ തന്നെ. മനസ്സിലായോ? ഇത് ചിൽഡ്രൻസ് ഫണ്ട് ആണ്. ഓക്കെ, എമർജൻസി ഫണ്ട്. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള നടക്കുന്ന ഒരുപാട് കറന്റ് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. യുനിസെഫിന്റെ ഫുൾ ഫോം. ഓക്കെ, ആൻഡ് UNO എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ആൻഡ് ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ തെറ്റിക്കരുത്. ഒരു തവണ യുനെസ്കോന്റെ ചോദിച്ചതാണ്. ഓക്കെ, സോ അതിന്റെ കൂടെ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ഒരു സ്റ്റൈലിന്റെ ഒരു സ്ലൈഡാണ് ബറോക്ക് സ്റ്റൈൽ. അത് എന്തുകൊണ്ടാണ്? കാരണം ഈ ഗോവയിലെ ഈ ഒരു ബിൽഡിംഗ് ഏതാണ്? ബസിലിക്ക ഓഫ് ബോം ജീസസ് ബറോക്ക് സ്റ്റൈലിലാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നോക്കാം എന്താ ബറോക്ക് സ്റ്റൈൽ. ഞാൻ ഓൾറെഡി ആർക്കിടെക്ചറൽ സ്റ്റൈൽസിൽ പഠിപ്പിച്ചതാണ്. So the style of architecture originated in Italy and was said to be a more emotional and dramatic style designed to appeal the senses. And ovals, അല്ലെ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പിക്ചർ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഈ കോൺകേവ് കോൺവെക്സ് ഫോംസ് അല്ലെ, ആ ഒരു സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ ഇൻ വത്തിക്കാൻ ഓർത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഒരു കേർവ് ആയിട്ടുള്ള കോൺകേവ് കോൺവെക്സ് ഫോംസ് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ കോൺകേവ് കോൺവെക്സ് ഫോമിന്റെ ഒക്കെ മേലെയുള്ള സ്കൾപ്ചേഴ്സ്, ആ സ്കൾപ്ചേഴ്സ് അവിടുത്തെ പ്രീസ്റ്റിന്റെ സ്കൾപ്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കുക. പാലസ് ഓഫ് വെർസൈൽസ് ഇൻ ഫ്രാൻസ്, സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ ഇൻ വത്തിക്കാൻ, സെന്റ് പോൾസ് കത്തീഡ്രൽ ഇൻ ലണ്ടൻ, സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ. ഓക്കെ, സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ ഓൾറെഡി പറഞ്ഞല്ലേ. അതിന്റെ തന്നെ പല പിക്ചേഴ്സ് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ തന്നെ പല ബിൽഡിങ്സിന്റെയും പല ടൈപ്പ് പിക്ചേഴ്സ് തരും കേട്ടോ. അപ്പം അത് എന്താ പറയാ, ഒരു സെയിം ബിൽഡിംഗ് തന്നെയായിരിക്കും. അപ്പൊ പല സൈഡിൽ നിന്നുള്ള പിക്ചേഴ്സ് തരും. അപ്പൊ അത് ശ്രദ്ധിക്കാം. അടുത്തത് ഇതതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ സ്ലൈഡ് ഓൾറെഡി ഷെയർഡ് ആണ്. അപ്പൊ അത് നോക്കുക കേട്ടോ. ഇങ്ങനെയാണ് നിങ്ങൾ എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുക. അപ്പം അതിന്റെ ഒപ്പം തന്നെ ഇപ്പൊ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ അതിന്റെ സ്റ്റൈൽ ഏതാ എന്ന് നോക്കുക. The Vitruvian Man is a drawing made by ആരാണ്? ലിയോനാർഡോ ഡാ വിഞ്ചി. ലിയോനാർഡോ ഡാ വിഞ്ചി. അത്രേ ഉള്ളൂ, എളുപ്പമാണ്. ഇതാണ് വിട്രൂവിയൻ മാന്റെ പിക്ചർ. ഒരു സ്ക്വയറിനകത്തും ഒരു സർക്കിളിനകത്തും ഒരു മാനിനെ ഇൻസ്ക്രൈബ് ചെയ്തിട്ട് നമ്മള്
ബിൽഡിങ്ങിന്റെ പ്രൊപ്പോർഷൻസ് സ്റ്റഡി ചെയ്യാം. ബിൽഡിങ്ങിന്റെ എന്ന് മാത്രമല്ല ഏത് സ്പേസിന്റെയും ആന്ത്രോപോമെട്രി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രോയിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലിയോണാർഡോ ഡാവിഞ്ചീസ് drawing of a male figure perfectly inscribed in a circle and square, he believed that the body's proportion could be used as a model of natural proportional perfection. Basilica de Fano, Vitruvian architecture, classical architecture. Okay, relate ചെയ്തിട്ടുള്ള terms ആണ് ശ്രദ്ധിക്കുക. അടുത്തത്, in which of the following Indian state the Garo Khasi range is located? Mizoram, Meghalaya, Nagaland and Manipur. ഏതാണ്? Correct answer is Meghalaya. Very good. Meghalaya ആണ് correct answer. And അടുത്ത question, ഇത് നമുക്ക് കുറച്ചൊരു കോമൺ സെൻസ് യൂസ് ചെയ്ത് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Buildings situated in hills will require to consider which of the following phenomena primarily. ഹിൽ റേഞ്ചിലുള്ള ഹില്ലി ഏരിയാസിലുള്ള ബിൽഡിങ്സിന് ഏത് ഫിനോമിനാസ് ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? സുനാമി ആണോ? ഹെയിൽ ഇസ് റിലേറ്റഡ് ടു സ്നോഫോൾ ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. ഹൈ ടൈഡ്, ലാൻഡ് സ്ലൈഡ്, ഡസ്റ്റ് സ്റ്റോം, സ്നോ. ഏതാണ്? 3 എണ്ണം ആണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അപ്പൊ 3 എണ്ണം ഏതാണ്? ഒഴിച്ചുകൂടാൻ പറ്റാത്ത 3 എണ്ണം ഏതാണ്? സുനാമി ആണോ? സോ ഓപ്ഷൻ ഡി അല്ല, അല്ലെ? സുനാമി അല്ല. ആൻഡ് ഹെയിൽ വന്നിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡ് ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ലാൻഡ് സ്ലൈഡ് എന്തായാലും ഹില്ലി റേഞ്ചിന് മാത്രം പെക്യുലർ ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്, അല്ലെ? അപ്പം ഡി എന്തായാലും ഉണ്ട്. അപ്പൊ ഡി ഉള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എയും സിയും. അതിനകത്ത് ഏതൊക്കെയാണ്? എഫ് ഉണ്ടോ? സ്നോ വന്നു. ഓക്കെ, സ്നോ ഉണ്ട്, സ്നോ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബി, ഡി, ഓക്കെ, ബി, ഹെയിൽ, ഡി ആൻഡ് എഫ് ഉണ്ട്. ബി ഉണ്ട്, സി. ഹൈ ടൈഡ് വരാൻ ചാൻസ് ഇല്ല, അല്ലെ? ടൈഡ് ഇതിനകത്ത് വരാൻ ചാൻസ് ഇല്ല. സോ എ അല്ല. ഏതാണ് കറക്റ്റ് ആൻസർ? ഇസ് സി. ദാറ്റ് ഇസ് ഹെയിൽ, ലാൻഡ്സ്ലൈഡ് ആൻഡ് സ്നോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Vienna Peace Congress was held during which of the following years? 1813, 1840, 1813 to 14, 14 to 15, 15 to 16 and 12 to 13. ഏതാണ് കറക്റ്റ് ആൻസർ? 14 to 15 ആണ്. നിങ്ങൾ ഇയർ ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഗസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞത്. ഓക്കെ, Treaty of Vienna of 1815 was the formal agreement of the Allied powers. അതിന് ഏതൊക്കെയാണ് രാജ്യങ്ങൾ? ഏതൊക്കെയാണ്? ഓസ്ട്രിയ, ഗ്രേറ്റ് ബ്രിട്ടൻ, പ്രഷ്യ ആൻഡ് റഷ്യ to draw up a settlement for Europe. അപ്പൊ ഇങ്ങനത്തെ ട്രീറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പം അല്ലെങ്കിൽ ഒരു കോൺഫറൻസ്, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ക്ലൈമറ്റ് ചേഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺഫറൻസോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് നോക്കണം കേട്ടോ, പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള. The main goal of this treaty was to undo all the changes that were brought about in Europe during the reign of Napoleon Wars. Okay, and പ്രത്യേകിച്ച് ഇപ്പം ലെറ്റ്സ് സേ ഇതിപ്പോ വാർ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഡിസ്ട്രക്ഷൻ വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലെറ്റ്സ് സേ എർത്ത് ക്വേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഡിസ്ട്രക്ഷൻ വന്നു. അപ്പൊ അതിന്റെ പരിഹാരമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം നമ്മളുടെ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം. ഓക്കെ, സോ അതൊന്ന് സ്കിപ്പ് ചെയ്യരുത്. അടുത്തത്, which of the following is the longest river of peninsular India? ഏതാണ്? ലോങ്സ്റ്റ് റിവർ ഓഫ് പെനിൻസുലാർ ഇന്ത്യ? ഏതാണ് കറക്റ്റ് ആൻസർ? ഗോദാവരി. ഗോദാവരി is the correct answer. Longest river of peninsular India. റിവർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച്, അത് നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ചോദിക്കാറുണ്ട്. സോ അപ്പം ഇഫ് യു വാണ്ട് ടു ടേക്ക് എൻ എക്സ്ട്രാ സ്റ്റെപ്പ് നോക്കി വെക്കുക കേട്ടോ. ഇല്ലാത്ത ലോങ്സ്റ്റ് ഏതാണ് അല്ലെങ്കിൽ ഒറിജിൻ എവിടെയാണെന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഓൾവേസ് ഒരു കാര്യം പറയാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓക്കെ ഈ ക്വസ്റ്റ്യൻ കാണുന്നതിന് മുന്നേ ഇയർ ബുക്ക് അതിനു വേണ്ടി റെഫർ ചെയ്യാം കേട്ടോ.
മനോരമയുടെയോ അല്ലെങ്കിൽ ഏതിന്റെങ്കിലും ഇയർ ബുക്ക് എല്ലാ വർഷവും അവർ പബ്ലിഷ് ചെയ്യുമല്ലോ. അതിനകത്ത് കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും, അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള GK ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പൊ അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ റാൻഡം ആയിട്ടുള്ള സൈറ്റ് നോക്കുന്നതിനേക്കാളും ഇതാണ് നല്ലത്. അതാകുമ്പോൾ ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സ് ആണ്. അടുത്തത്, അറ്റ് ദി സമ്മർ സോൾസ്റ്റിസ് ദ സൺ റൈസസ് ഇൻ വിച്ച് ഡയറക്ഷൻ. ഇത് ക്ലൈമറ്റോളജി കഴിഞ്ഞ ആൾക്കാർക്ക് എന്തായാലും എല്ലാവർക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ക്ലൈമറ്റോളജി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള തിയറി എന്തൊക്കെയാണ്. സമ്മർ സോൾസ്റ്റിസില് സൺ റൈസസ് ഇൻ വിച്ച് ഡയറക്ഷൻ? ഈസ്റ്റ് ആണോ, വെസ്റ്റ് ആണോ, ഫാർ ടു ദി നോർത്ത് ഈസ്റ്റ് ആണോ, ഫാർ ടു ദി നോർത്ത് വെസ്റ്റ് ആണോ? എന്താണ് ഇതിന്റെ ആൻസർ? എല്ലാരും പറയണം, അത്ര ഇമ്പോർട്ടന്റ്. എന്താണ് എല്ലാവരുടെ ആൻസർ ഈ ചാറ്റ് ബോക്സിൽ വേണം കേട്ടോ. ഓപ്ഷൻ അല്ല, ഓപ്ഷൻ ആയിട്ട് എനിക്ക് വേണ്ട, നിങ്ങൾ കറക്റ്റ് ആൻസർ അവിടെ ടൈപ്പ് ചെയ്തേ. എല്ലാവരുടെയും, ഒരാളുടെ മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. എല്ലാവരും ആൻസർ ചെയ്യണം. ജമീൽ ആൻസർ എവിടെ? ഓക്കെ ഓക്കെ, സോ കറക്റ്റ് ആൻസർ നോർത്ത് ഈസ്റ്റ് തന്നെയാണ്. അപ്പൊ എന്തായാലും കുറച്ച് ബേസിക് നോളജ് ഉണ്ട്. ബേസിക് നോളജ് ഒന്നും അല്ല, ഏറ്റവും ബേസിക് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ഡി അല്ല, വെസ്റ്റ് അല്ല എന്തായാലും, അല്ലെ? അപ്പം വെസ്റ്റ് അല്ല, അപ്പൊ ഫാർ ടു നോർത്ത് വെസ്റ്റ് അല്ല. വെസ്റ്റ് റിലേറ്റഡ് ആൻസർ ഒന്നുമല്ല, അല്ലെ? സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്നാണ്. സോ ഈസ്റ്റ് റൈസ് ചെയ്തു, അപ്പൊ ഏതെങ്കിലും ഫ്രം ഓപ്ഷൻ എ അല്ലെങ്കിൽ സി ആണ്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്. ബോത്ത് റൈസ് ആൻഡ് സെറ്റ് പൊസിഷൻ കുറച്ച് ഷിഫ്റ്റ് ഉണ്ടാകും ഓരോ ഹെമിസ്ഫിയറിലും. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും, സദേൺ ഹെമിസ്ഫിയറിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. ഒന്ന് റിക്കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിലെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു വീടിനകത്തിരിക്കുന്ന ആള് റൈറ്റ് ഇസ് ഈസ്റ്റ്, അല്ലെ? റൈറ്റ് എന്ന് പറഞ്ഞ RE എന്ന് പറഞ്ഞെന്ന് ഓർക്കണം. സോ റൈറ്റ് ഈസ്റ്റ്, അടുത്ത് അതിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ്, ഫ്രണ്ടിലുള്ള നോർത്ത്, ബാക്കിലുള്ളത് സൗത്ത്. സോ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദി വെസ്റ്റ് വിത്ത് സം ടിൽറ്റ് ടുവേർഡ്സ് സൗത്ത് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ. നമ്മൾ ഹെമിസ്ഫിയർ പറയുമ്പോൾ ആദ്യം നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് പറയുന്നത്, സൗത്തിലേക്കാണ് ടിൽറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഹെമിസ്ഫിയർ എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇന്ത്യൻ ഒരു സെനാരിയോ ആണ് എടുക്കേണ്ടത്. അപ്പം അത് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ തന്നെ സമ്മറും ഉണ്ട് വിന്ററും ഉണ്ട്. അപ്പൊ അതിനകത്ത് വിന്റർ ആണ് നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പം നോർത്തേൺ ഹെമിസ്ഫിയറിൽ സൗത്തിലേക്കാണ് ടിൽറ്റ്, വിന്ററിൽ കുറച്ചും കൂടി സൗത്തിലേക്കാണ് ടിൽറ്റ്, സമ്മറിൽ അത് കുറച്ച് നോർത്തിലേക്ക് പോകും. അപ്പൊ റൈസിംഗ് പൊസിഷൻ നേരത്തെ ഈസ്റ്റ് ആയിരുന്നത് വിന്ററിൽ കുറച്ച് സൗത്തിലേക്ക് പോയി, സൗത്ത് ഈസ്റ്റിൽ നിന്ന് വന്നു. സമ്മറിൽ കുറച്ചും കൂടി നോർത്തിൽ നിന്ന് വന്നു, അതായത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്നു. കിട്ടിയല്ലോ? റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. സോ നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. പിന്നെ ഇവിടെ സൗത്ത് ഈസ്റ്റിൽ നിന്ന് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായോ? അതായിരുന്നു കുറച്ച് നമുക്ക് ഡൗട്ട് ഉണ്ടാവാൻ ഒരു വകുപ്പുള്ള ഒരു ഓപ്ഷൻ. അതില്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം എന്തായാലും ടിൽറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈസ്റ്റ് ആണ്, ഈസ്റ്റ് അല്ല, ഈസ്റ്റിനേക്കാളും കുറച്ചൊരു ടിൽറ്റ് ഉള്ള ഒരു സംഭവമാണ് എന്നുള്ളത് അറിയാം. സമ്മറിലും വിന്ററിലും ടിൽറ്റ് ഉണ്ട്. യെസ്, സോ വെരി ഗുഡ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സ്, പക്ഷെ ജസ്റ്റ് ഒന്ന് റികളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി പറഞ്ഞത്. ഓക്കെ, സോ ഈ പിക്ചർ ക്ലൈമറ്റോളജി നിങ്ങൾ ഇനി തീരെ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പോർഷൻ ആണ് ക്ലൈമറ്റോളജി ഫോർ JEE എക്സാം ആൻഡ് NATA എക്സാം. ആൻഡ് ഇനി നിങ്ങൾ എങ്ങാനും സ്കിപ്പ് ചെയ്യാൻ ഒരു പ്ലാൻ ഇട്ടാൽ തന്നെ ഈ പേജെങ്കിലും നോക്കി വെച്ചേക്കുക കേട്ടോ. സൺപാത്ത് ഇൻ ഇന്ത്യ, അത് ഈ ഒരു പേജെങ്കിലും നോക്കി വെച്ചേക്കുക. പിന്നെ ലാസ്റ്റ് കുറെ MCQs ഞാൻ കാണിച്ച് അതിനകത്തുണ്ട്, ആ PDF ലാസ്റ്റ് കുറച്ച് MCQs ഉണ്ട്, ആ MCQs നോക്കി വെക്കുക. ആൻഡ് ഇഫ് ഇൻ കേസ് ക്ലൈമറ്റോളജിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ മാമിന്റെ അടുത്ത് കൊടുക്കുക, എൻ്റെ അടുത്ത് പറയാം കേട്ടോ.
അപ്പം ഞാനത് ആൻസർ ചെയ്ത് തരാം. എല്ലാം നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് ക്ലൈമറ്റോളജി റിലേറ്റ് ചെയ്തിട്ടുള്ള. പക്ഷെ ഇൻ കേസ് എന്തെങ്കിലും ഒരെണ്ണം ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കുക. കാരണം നമുക്ക് അവിടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അവിടെ മാർക്ക് നമുക്ക് കളയാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദി ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഗിവൻ ഇൻ ലിസ്റ്റ് 1 വിത്ത് ദി ഫേമസ് ബിൽഡിംഗ് ഇൻ ലിസ്റ്റ് 2. ഏതൊക്കെയാണ്? ഒരു വോയിസ്. യെസ്, ഓക്കെ. സോ ഇതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്, നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് നമുക്ക് നോക്കാം അല്ലെ. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് സ്റ്റൈൽ ഉണ്ട്, ബ്രൂട്ടലിസ്റ്റ് സ്റ്റൈൽ ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു ബ്രൂട്ടലിസ്റ്റ് സ്റ്റൈൽ എന്താണ് എന്നുള്ളത്. ബ്ലോഗിടെക്ചർ ഉണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ബ്ലോഗിടെക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു ടേം ആണ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു നാച്ചുറൽ ഫോംസ്, അല്ലെങ്കിൽ നാച്ചുറൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിക് ആയിട്ടുള്ള ഫോംസ്, അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ അല്ലാത്ത ഒരു ഫോം, അല്ലെങ്കിൽ അമീബ ഒരു ബ്ലോഗിടെക്ചർ സ്റ്റൈലില് എടുക്കാവുന്ന ഒരു ഫോമാണ്. ഒരു അമീബ ലൈക്ക് ഫോം. നിങ്ങൾക്ക് അതിന്റെ പിക്ചേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പം ബ്ലോഗിടെക്ചർ ഇസ് ദാറ്റ്. ആൻഡ് അതിന്റെ ഒരു ഫേമസ് എക്സാമ്പിൾ ആണ് നമുക്ക് ഇതിനകത്ത് തന്നേക്കുന്നത്. അതിന്റെ ഫസ്റ്റ് നമ്മൾ ബ്ലോഗിടെക്ചർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് അതിനകത്ത് തന്നേക്കുന്നതും. ഓക്കെ, സോ ഗോത്തിക് ആർക്കിടെക്ചറൽ സ്റ്റൈൽ തന്നിട്ടുണ്ട്, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് സ്റ്റൈൽ, ബ്രൂട്ടലിസ്റ്റ് സ്റ്റൈൽ. അപ്പൊ അറിയാവുന്നത് ഏതാണ് എന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് സ്റ്റൈൽ ഏതായിരിക്കും? എന്താണ് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് സ്റ്റൈൽ ഏതാണ്? അല്ലെങ്കിൽ പോട്ടെ, ഗോത്തിക് പറയും. ഗോത്തിക് ഏതാണ്? യെസ്, മിൻഹ, കൃഷ്ണേന്ദു. യെസ്. അപ്പൊ ഗോത്തിക് സ്റ്റൈൽ ഏതാണ് എന്നറിയാം. ബ്രൂട്ടലിസ്റ്റ് ഏതാണ്? എന്താണ് ഞാൻ ബ്രൂട്ടലിസ്റ്റിന്റെ ഒരു എക്സാമ്പിൾസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ, ബ്രൂട്ടലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലിനെ പറ്റി ആലോചിക്കുക. ഏത് മെറ്റീരിയൽ ആണോ അത് അതുപോലെ തന്നെ കാണിക്കുക, അല്ലെങ്കിൽ അതിനകത്ത് ഒരു എന്താ പറയാ, ബ്രിക്ക് ആണെങ്കിൽ ബ്രിക്ക് എക്സ്പോസ്ഡ് ബ്രിക്ക് സ്ട്രക്ചർ കൊടുക്കുക, അല്ലെങ്കിൽ കോൺക്രീറ്റ് ആണെങ്കിൽ എക്സ്പോസ്ഡ് കോൺക്രീറ്റ് കാണിക്കുക. അതാണ് ബ്രൂട്ടലിസ്റ്റ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത. സോ ബ്രൂട്ടലിസ്റ്റ് സ്റ്റൈലിന്റെ ഏതാണ് കറക്റ്റ് ആൻസർ? സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ്, ചണ്ഡീഗഡ്. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്? കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് സ്റ്റൈൽ ഐഫൽ ടവർ ആണ്. കാരണം അതെന്താണ്, ഐഫൽ ടവർ നമ്മളെ സ്റ്റീൽ എന്നുള്ള ഒരു അല്ലെങ്കിൽ റോട്ട് അയണിന്റെ എത്രത്തോളം എക്സ്റ്റെൻഡ് പോകാം എന്നുള്ളത് എക്സ്പെരിമെന്റ് ചെയ്ത ഒരു ബിൽഡിംഗ് ആണ്. ഒരു എക്സ്പെരിമെന്റൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയത്. പക്ഷെ അത് ഒരു എന്താ പറയാ, ഒരു വണ്ടറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് നാള് വിത്ത്സ്റ്റാൻഡ് ചെയ്ത ഒരു സ്ട്രക്ചർ ആയി കേട്ടോ. ഇവൻച്വലി അത്രയും നാളത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സ്ട്രക്ചർ അല്ല. പക്ഷെ അത് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് സ്റ്റൈലിന്റെ എന്നൊരു ഒരു റിമാർക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ ആയിട്ട് മാറിയതാണ്. അടുത്തത് ബ്രൂട്ടലിസ്റ്റ് സ്റ്റൈലിന്റെ പറഞ്ഞായിരുന്നു B4, അതായത് സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ്, ചണ്ഡീഗഡ്. അത് കഴിഞ്ഞിട്ട് ബ്ലോഗിടെക്ചറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്, അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമ്പിൾ ആണ് ബെർലിൻ ബ്രെയിൻ, ജർമ്മനി, വിച്ച് ഇസ് ഇൻ ബെർലിൻ. ഓക്കെ, ബ്ലോബിടെക്ചർ എന്നും പറയും, അല്ലെങ്കിൽ ബ്ലോബ് ആർക്കിടെക്ചർ, ബ്ലോബിസ്മസ്, ഇതെല്ലാം ഒരേ ടേംസ് ആണ്, ആലോചിക്കുക. ടേംസ് അത് റിലേറ്റ് ചെയ്യുന്നത് എന്താണ്? മൂവ്മെന്റ് ഇൻ ആർക്കിടെക്ചർ ഇൻ വിച്ച് ബിൽഡിംഗ്സ് ഹാവ് ഓർഗാനിക് അമീബ ഷേപ്ഡ് ബിൽഡിംഗ് ഫോം. മനസ്സിലായാലോ? അമീബ ഷേപ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗ് ഫോംസ് ആണ് അതിനകത്ത് വരുന്നത് കേട്ടോ. അപ്പം ഈ ഒരു ബിൽഡിംഗ്, അത് ഏത് പിക്ചർ ആണ് തന്നേക്കുന്ന? പിക്ചർ ഇസ് ബെർലിൻ ബ്രെയിൻ, ജർമ്മനി. ഓക്കെ, ബെർലിൻ ബ്രെയിൻ, ജർമ്മനി. ദെൻ D, ഗോത്തിക് ആർക്കിടെക്ചറൽ സ്റ്റൈൽ, വെസ്റ്റ്മിനിസ്റ്റർ അബേ. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെ ആർട്ട് ഡെക്കോ സ്റ്റൈൽ. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് സ്റ്റൈലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറക്കരുത്. ഏതാണ്? എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആർട്ട് ഡെക്കോ സ്റ്റൈൽ. ഷാംസ് എലിസീസ് ബൈ ഓഗസ്റ്റെ പെരെ, അതേതാണ്? ആർട്ട് ഡെക്കോ സ്റ്റൈലാണ് കേട്ടോ, മറക്കല്ലേ. ഷാംസ് എലിസീസ്, ഇതെല്ലാം ആർട്ട് ഡെക്കോ സ്റ്റൈലിന്റെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ അതിന്റെ മെയിൻ കീ ഫീച്ചേഴ്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഓരോന്നും ഓർമ്മിക്കുമ്പോൾ തന്നെ ഇന്നതാണ് അതിന്റെ ഒരു കീ ഫീച്ചർ, സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഓർത്തു വെക്കുക. അതിന്റെ കൂടെ തന്നെ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങും പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇത് എന്ന് പറഞ്ഞ ഈ ഒരു മെറ്റീരിയൽ, ദാറ്റ് ഇസ് സ്റ്റക്കോ, ഈ ഒരു ടെക്സ്ചർ സ്റ്റക്കോ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ.
അപ്പം ഈ മെറ്റീരിയൽ എന്തിനാ ടെക്സ്ചർ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടില്ല? നിങ്ങൾ ആർക്കിടെക്ചർ പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പറയാം. ഈ സ്റ്റക്കോ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ടെക്സ്ചർ പഠിക്കുമ്പം ചുമ്മാ കാഴ്ചക്ക് മാത്രമല്ല, ചുമ്മാ ഒരു നമ്മള് എന്താ പറയാ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് മാത്രമല്ല, ടെക്സ്ചറിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. sometimes there is a building that is designed ഗാന്ധിനഗറിൽ ഡിസൈൻ ചെയ്ത, ഗാന്ധിനഗർ എവിടെയാണ്? ഗുജറാത്തിന്റെ ക്യാപിറ്റലാണ്. സോ ഗാന്ധിനഗറിൽ ഡിസൈൻ ചെയ്ത ടെക്സ്ചർ വന്നപ്പം പറയുന്ന ഒരു എക്സ്ട്രാ കാര്യമാണ്, വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അപ്പം ചിലപ്പം വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം ഫുള്ളി അവർക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കില്ല, ചിലപ്പോൾ അവർക്ക് പാർഷ്യലി കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓൾവേസ് ബ്ലാക്ക് ഫോർ ദം. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ അസംഷൻ പോലെ ഇറ്റ്സ് നോട്ട് ഓൾവേസ് ബ്ലാക്ക്. ചിലപ്പോൾ അവർക്ക് പകുതി അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബ്ലർ ആയിട്ടുള്ള ഒരു വിഷൻ ചിലർക്ക് കാണാം, ചിലർക്ക് തീരെ കാണാൻ പറ്റില്ല. അപ്പം ഇതെല്ലാം അനുസരിച്ച് അവർക്കൊരു സ്കൂള് പണിതിട്ടുണ്ട്, ദാറ്റ് ഈസ് ഫോർ വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗാന്ധിനഗറിൽ. ഓക്കെ, സീലാബ് ആണ് അതിന്റെ ആർക്കിടെക്ചർ, സീലാബ്. സോ അതിന്റെ ഡിസൈൻ ഇസ് ലൈക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. ആദ്യം ആർക്കിടെക്ട് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സർക്കുലർ ആയിട്ടുള്ള ബിൽഡിങ്സ് എല്ലാം അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടുള്ള ഫോം കൊടുക്കാൻ പറ്റും. ഫോം എന്ന് വെച്ചാൽ അതിന്റെ 3D ആണ്. സർക്കുലർ ഫോം കൊടുത്തു കഴിഞ്ഞാല് വാട്ട് ഹി തോട്ട് വാസ്, സർക്കുലർ ആവുമ്പോൾ അതിന് എഡ്ജൊന്നും ഇല്ല, അപ്പൊ അരിക് അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പ് ആയിട്ടുള്ള അരികുകളൊന്നും ഇല്ല. സോ അത് കുറച്ചും കൂടി അവർക്ക് നാവിഗേറ്റ് ചെയ്യാനായിട്ട്, പോകാനും അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയാ ചിന്തിച്ച്, നമ്മളെ ഒരു വലിയൊരു ബിൽഡിംഗ് സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കാണാത്തത് കൊണ്ട് നമുക്കെല്ലാം ബാക്കി സെൻസസിൽ കൂടിയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ, ടച്ച് അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന പല പല സെൻസസിൽ കൂടിയാണ് അത് കണ്ടുപിടിക്കുക. സോ ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പം ആദ്യം ആർക്കിടെക്ചർ വിചാരിച്ചത് എന്താണ്, ഒരു സർക്കുലർ സംഭവം, സർക്കുലർ ബിൽഡിംഗ് കൊടുക്കാമെന്ന്. പക്ഷെ ഇവൻച്വലി ആൾക്ക് മനസ്സിലായി സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലൂപ്പാണ്. അതായത് ഇങ്ങനെ കറങ്ങി കറങ്ങി ഇത് എവിടെ എത്തി എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അല്ലെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ലൈക്ക് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എൻലെസ് ആയിട്ടുള്ള ഒരിക്കലും തീരാത്ത ഒരു ലൂപ്പിനകത്താണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. സോ അത് പതുക്കെ മാറ്റിയിട്ട് റെക്ടാങ്കുലർ ടൈപ്പ് ആണ്. സ്ക്വയറും പറ്റില്ല, സ്ക്വയറും അങ്ങനെ തന്നെ അല്ലേ, എല്ലാ സൈഡ്സും ഒരുപോലെയാണ്. അപ്പം റെക്ടാങ്കുലർ ടൈപ്പ്, റെക്ടാങ്കിളിന്റെ എന്താ, 2 സൈഡ്സും ഒരുപോലെ, ബാക്കി 2 സൈഡ്സ് ലോങ്ങർ സൈഡ്സും ഉണ്ട്, ഷോർട്ടർ സൈഡ്സും ഉണ്ട്. അപ്പൊ ഇവൻച്വലി അവർ എത്തിയത് റെക്ടാങ്കിൾ എന്നുള്ള ഒരു പ്ലാൻ ഫോമിലാണ്. ആൻഡ് ഓരോ ക്ലാസ് റൂംസും ഓരോ ഷേപ്പിലാണ് അവർ കൊടുത്തത്. ആൻഡ് ഇതിനകത്ത് ടെക്സ്ചർ എന്താണ്, ഓരോ വാളിലുമാണ് അവർ ടെക്സ്ചേഴ്സ് കൊടുത്തത്. ചില വാളില് എന്താ പറയാ സെമി സർക്കുലർ ആയിട്ടുള്ള ഇന്റീരിയർ അകത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മൾ ടെക്സ്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഇന്റീരിയേഴ്സിൽ സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കൊടുത്തു, എക്സ്റ്റീരിയേഴ്സിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ടെക്സ്ചർ കൊടുത്തു. അപ്പം സോ വെൻ ദേ ടച്ച് ഇറ്റ് അവർക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ എക്സ്റ്റീരിയർ സ്പേസിലാണുള്ളത്, മറ്റേത് ഇന്റീരിയർ സ്പേസ്, ഇത് ക്ലാസ്സിനകത്തുള്ള ടെക്സ്ചർ ആണ് എന്നുള്ളത് മനസ്സിലാവും. അങ്ങനെ ഇവൻച്വലി ആൻഡ് അതിന് ഒരു ചെറിയ മോഡൽ അവർക്ക് കൊടുത്തു. യുനോ ക്ലാസ്സിൽ ഒരു ചെറിയ മോഡൽ ഓഫ് ദാറ്റ് ബിൽഡിംഗ്, എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്ന ബിൽഡിങ്ങിന്റെ പ്ലാൻ അതൊരു ബ്ലോക്ക് ആക്കിയിട്ട് വിത്ത് ടെക്സ്ചർ. അപ്പൊ അവർക്ക് അത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ ബിൽഡിംഗ് ഓവറോൾ നിൽക്കുന്നത്, അപ്പൊ അതിനകത്ത് ഞാനിപ്പോ ഇവിടെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. So there are lot of possibilities texture related ആയിട്ടുള്ള, ഇറ്റ്സ് നോട്ട് ഓൺലി എസ്തെറ്റിക്സ് പർപ്പസിന് വേണ്ടി മാത്രമുള്ള ഒരു സംഭവമല്ല. അതുപോലെ തന്നെ അതിനകത്ത് യുനോ വെൻ വി സേ തിങ്സ് ലൈക്ക് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓൾവേസ് എന്താണ് ഒരു എസ്തെറ്റിക് എന്നുള്ള ഒരു ഐറ്റം മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ സ്പേസ് കുറച്ചും കൂടി പോളിഷ്ഡ് ആക്കാൻ എന്നുള്ള ഒരു ഐഡിയ വരുന്നത്. പക്ഷെ the way the architect of this building has used the concept of landscape is that ഓരോ സ്പേസിനും we don't know അത് എത്രത്തോളം ആപ്ലിക്കബിൾ ആവും അല്ലെ എത്രത്തോളം സക്സസ് ആവുമോ അതൊന്നും പറയാൻ പറ്റില്ല. ലൈക്ക് ഇവൻച്വലി അത് ആവുമായിരിക്കും. പക്ഷെ ഓരോ ടൈപ്പിലും ഓരോ കോർണറിലും ഓരോ കോട്ടിയാട് കൊടുത്തു. ആൻഡ് ഓരോ കോട്ടിയാടിലും ഓരോ ടൈപ്പ് സെന്റ്, ഓരോ ടൈപ്പ് സ്മെല്ല് വരുന്ന ഫ്ലവേഴ്സിന്റെ ഗാർഡൻ ആണ് വെച്ചത്. സോ അവർക്ക് സ്മെൽ, when a person is not able to see something, the other senses are still working, right? അപ്പം അതിന് സ്മെല്ല് വഴി മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓരോ
സെന്റ് ഉള്ള അല്ലെങ്കിൽ ഓരോ അതിന് ലൈക്ക് വാളിൽ ഓട്ടോമാറ്റിക് സെന്റ് ഓട്ടോമാറ്റിക് എന്താ പറയാ സ്മെല്ല് കൊടുക്കുന്ന സിസ്റ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം ഈവൻ ഇഫ് ആ നാച്ചുറൽ പ്രോസസ്സ് വഴി ഒരു ഗാർഡൻ വർക്ക് ആയില്ല എന്നുണ്ടെങ്കിൽ പോലും ദേ ക്യാൻ സ്റ്റിൽ സെൻസ് ദ സ്പേസ് വിത്ത് ദ സ്മെൽ. മനസ്സിലായി? ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്, ഞാൻ അതിനകത്തോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് റിലേറ്റഡ് ടു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ബിൽഡിംഗ് ഡിസൈൻ, ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇത് ഉണ്ടാക്കിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ഗാന്ധിനഗറാണ്. ആൻഡ് പീപ്പിൾ ദർ ബിലീവ് ദാറ്റ് ഇത് ഒരു കേഴ്സ് ആണ്, നോട്ട് ഏബിൾ ടു സീ സംതിങ് ഇസ് എ കേഴ്സ് അല്ലെങ്കിൽ ഒരു ശാപം എന്നാണ് അത് വിചാരിച്ചിരുന്നത്. അപ്പം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടും എന്ത് സാധിച്ചു? ഈ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് കൊണ്ട് സാധിച്ചു. Okay, so something exciting related to the field that you're choosing. Next, okay, brutalism. Brutalist architecture is an antithesis to the international style, utilizing significant materials. Example like exposed concrete, brick and stone. And ഈ ചണ്ഡീഗറിലുള്ള ഈ ഒരു ബിൽഡിംഗ് അതിന്റെ ആ ഒരു ഫ്രണ്ടിലുള്ള ആ ഒരു പോർഷനില്ലേ, ആ ഒരു എന്താ സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവൻച്വലി അത് സ്ലോപ്പിംഗ് ആണ്. ആൻഡ് ഇവൻച്വലി അത് മഴക്കാലത്ത് അത് ഇവൻച്വലി ആ ഒരു വാട്ടർ ബോഡി, അത് വാട്ടർ ഒരു പോണ്ട് പോലെയല്ല, ഒരു വാട്ടർ കളക്ടിങ് സിസ്റ്റം അതിനകത്തോട്ട് എത്തുന്ന രീതിയിലാണ് അത് പണിതിരിക്കുന്നത്. സോ അത് മാത്രമല്ല, അങ്ങനെ പണിയാനായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ലൈക്ക് നമ്മളെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു പൈപ്പ് അല്ലെ, അങ്ങനെയും സംഭവം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു എലമെന്റ് ആക്കി, ബിൽഡിങ്ങിന്റെ ഒരു എലമെന്റ് ആക്കി ചെയ്തിരിക്കുന്നത്. പല ആർക്കിടെക്ചറിനും പല സ്റ്റൈൽസ് ആണ് അല്ലെങ്കിൽ പല തോട്ട്സ് ആണ്. സോ എന്തായാലും ചിലപ്പം ഒരു ഫോം അതങ്ങനെ വേണ്ടിയിരുന്നിരിക്കും, മനസ്സിലായോ? ലൈക്ക് ഫോർ സം പാർട്ട് ഓഫ് സർവീസസ്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സർവീസ് ആണ്? ബിൽഡിംഗ് സർവീസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സർവീസ്, അതൊക്കെയാണ് ബിൽഡിംഗ് സർവീസ് കേട്ടോ. ഞാനപ്പോ ഹോസ്പിറ്റലിലെ സർവീസസ് എന്നൊക്കെ പറയുമ്പം ഏതാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിന്റെ ലെറ്റ്സ് സേ ഓക്സിജന്റെ പോകുന്ന അല്ലെങ്കിൽ ഓക്സിജൻ പൈപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വാട്ടർ പൈപ്പ് ആയിരിക്കാം, മനസ്സിലായോ? അപ്പം സർവീസസ് ഇൻ ബിൽഡിംഗ് ഇസ് ഡിഫറെന്റ്, അത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ഇത് ഏതൊക്കെ ബിൽഡിങ്സ് ആണ്? ഈ ഫസ്റ്റ് ബിൽഡിംഗ് ഏതാണ്? അറിയായിരിക്കുമല്ലോ. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ബിൽഡിംഗ് ഏതാണ്? യെസ്, നോട്ടർഡാം. കാരണം അതിന്റെ നമ്മൾ എല്ലാവരും അതിന്റെ ഈ ഒരു പിക്ചർ അല്ല, മറ്റേ സൈഡിൽ നിന്നുള്ള പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഈ എലിവേഷനിൽ നിന്നുള്ള അല്ല, ഇപ്പുറത്തെ എലിവേഷനിൽ നിന്നുള്ള ഒരു വ്യൂ എപ്പോഴും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആലോചിക്കുക, പല സൈഡിൽ നിന്നുള്ള, അതും പ്രത്യേകിച്ച് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പല സൈഡിൽ നിന്നും ഉള്ള വ്യൂസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, വെസ്റ്റ്മിനിസ്റ്റർ അബേ, ലണ്ടൻ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ്. ഓക്കെ, ഇത് ഈ ഒരു എക്സാമ്പിൾ കുൻസ്താസ് ഗ്രാസ് ആർട്ട് മ്യൂസിയം, ഓസ്ട്രിയ. ഇത് ഏത് സ്റ്റൈലാണ്? ബ്ലോബി ടെക്ചർ സ്റ്റൈലിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ബ്ലോബി ടെക്ചർ ഞാൻ പറഞ്ഞ അമീബ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ഓർഗാനിക് ഫോംസ് ആണ്. ഓക്കെ, അടുത്തത് given below are two statements. Statement 1 is Taj Mahal is placed on the northern extremity of the Bagh instead of the middle to take advantage of the river bank. Our statement ആണ്. Statement 2 is the white marble of Taj Mahal is used to achieve contrast with the red sandstone of the surrounding structure. White marble of Taj Mahal is used to achieve contrast with the red sandstone of the surrounding structures. Surrounding structures ഇലുള്ള യെസ്, ഒരു സ്റ്റേറ്റ്മെന്റ്. എന്താണ് ആൻസർ? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are correct. Both statement 1 and 2 are not correct. And 1 is correct, 2 is not correct. 1 is not correct, 2 is correct. ഏതാണ് correct answer? ഏതാണ്? അപ്പൊ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. താജ്മഹൽ നോർത്തേൺ എക്സ്ട്രീമിറ്റി ഓഫ് ബാഗ്, അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് മിഡിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് റിവർ ബാങ്ക്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വണ്ണും കറക്റ്റ് ആണ്. ബാക്കി നമ്മളിപ്പം ആ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ഞാൻ ഒരു കാര്യം പറയാം. വൈറ്റ് മാർബിൾ ഓഫ് താജ്മഹൽ ഇസ് യൂസ് ടു അച്ചീവ് കോൺട്രാസ്റ്റ് വിത്ത് ദി റെഡ് സാൻഡ്സ്റ്റോൺ ഓഫ് ദി സറൗണ്ടിങ് സ്ട്രക്ചേഴ്സ്. നമ്മൾ ആർക്കിടെക്ചറിനാണ്, നമ്മൾ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പം
രണ്ട് രീതിക്ക് ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പോളജി. ടൈപ്പോളജി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ്, ലെറ്റ്സ് സേ ഒരു എഡ്യൂക്കേഷണൽ ടൈപ്പോളജി എന്ന് പറയാം, മെഡിക്കൽ റിലേറ്റഡ് ഹോസ്പിറ്റൽ അതൊരു ടൈപ്പോളജിയാണ് കേട്ടോ. അപ്പൊ ആ ടൈപ്പോളജി എന്നുള്ള വാക്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഒരു ബിൽഡിങ് ഡിസൈൻ ചെയ്യുമ്പം രണ്ട് രീതിയിലായിരിക്കും അത് ചിന്തിക്കുക. എങ്ങനെയാ, അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാവും അല്ലെ, ഏത് സ്ഥലത്താണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ലൊക്കേഷൻ അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷനെ എന്താ പറയാ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ലൊക്കേഷനിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ബിൽഡിംഗ് പണി, ലെറ്റ്സ് എ മോണ്യുമെന്റൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കലി റിച്ച് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് കിട്ടിയത് എന്ന് വിചാരിക്കും, ഡിസൈൻ ചെയ്യാൻ കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ലെറ്റ്സ് ഒരു ഓഫീസ് ബിൽഡിംഗ് ആണ് പണിയുന്നത് എന്ന് വിചാരിക്കും. അപ്പം രണ്ട് രീതിക്ക് അത് പണിയും. ഒന്ന് ആ കോണ്ടെക്സ്റ്റിനെ കുറച്ചും കൂടി കോണ്ടെക്സ്റ്റിനനുസരിച്ച് പണിയും, അല്ലാന്നുണ്ടെങ്കിൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി പണിയും. രണ്ട് രീതിയാണ്. കോണ്ടെക്സ്റ്റിനോട് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നാണ് ആ ക്വസ്റ്റ്യൻ കേട്ടോ. കോണ്ടെക്സ്റ്റിനായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള ക്വസ്റ്റ്യന് രണ്ട് രീതിയുണ്ട്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പം കോണ്ടെക്സ്റ്റിനെ ഒരു അതിനകത്ത് ഒരു ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇതിന്റെ മെറ്റീരിയൽ ട്രൈ ചെയ്ത്. അത് സ്റ്റിൽ അതൊരു മോണ്യുമെന്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കുറെ എലമെന്റ്സ് അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ എലമെന്റ്സ് ഒക്കെ കുറെ സിമിലർ ആണ്. ഐ മീൻ സിമിലർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മോണ്യുമെന്റ്സിന് ടിപ്പിക്കൽ ആയിട്ട് ഉണ്ടാകുന്ന കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു മെറ്റീരിയൽ അത് ചൂസ് ചെയ്തതിന്റെ റീസൺ അത് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. ഓക്കെ, സോ ഇതാണ് കോണ്ടെക്സ്റ്റ് കേട്ടോ. മനസ്സിലായല്ലോ? ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം ഓക്കെ. സോ ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്, വിച്ച് ഇസ് ഒരു റെഡ് സാൻഡ്സ്റ്റോണിനകത്താണ് അതിന്റെ ബാക്കിയുള്ള ബിൽഡിങ്സും ചുറ്റും ഒക്കെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന്റെ ടൈപ്പോളജി എന്താണ്, ഒരു മൊസോളിയം ടൈപ്പോളജിയാണ് കേട്ടോ. അടുത്തത് ഹൗ മെനി മിനിമം, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി മിനിമം പോയിന്റ്സ് ആർ റിക്വയർഡ് ടു കണക്ട് ടു ക്രിയേറ്റ് എ 2D പ്ലെയിൻ. എന്താണ്, എത്ര മിനിമം പോയിന്റ്സ് വേണം ഒരു 2D പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്? എത്ര മിനിമം പോയിന്റ്സ് വേണം? യെസ്, 3 മിനിമം പോയിന്റ്സ് വേണം അല്ലെ. 2 പോയിന്റ്സ് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യാനാണ് അല്ലെ. അപ്പൊ 2D പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എത്ര ലൈൻസ് വേണം? മിനിമം ആയിട്ട് 3 ലൈൻസ് വേണം. അത് കഴിഞ്ഞ് 3D പ്ലെയിൻ ആണെങ്കിലോ മിനിമം എത്ര ലൈൻസ് വേണം, എത്ര പോയിന്റ്സ് വേണം? 4. യെസ്, 4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്ത് നോക്കിയേ. ആൻ എക്സ്റ്റേണൽ വാൾ ഓഫ് എ റൂം ഹാസ് 4 ഓപ്പണിങ്സ്. ജസ്റ്റ് പെൻ പേപ്പർ എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻ എക്സ്റ്റേണൽ വാൾ ഓഫ് എ റൂം ഹാസ് 4 ഓപ്പണിംഗ് ഫോർ വിൻഡോസ് എ ബി സി ഡി. സൈസ് ഓഫ് എ ആൻഡ് ബി ആർ സെയിം എന്ന് വെച്ചാൽ അതിന്റെ ഏരിയ ആണ് കേട്ടോ. ആൻഡ് ഹാവിംഗ് വിഡ്ത്ത് ഓഫ് 1 ആൻഡ് ഹൈറ്റ് 1.5. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയാണ് എന്ന് നോക്കുക. സൈസ് ഓഫ് എയും ബിയും സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഏരിയ രണ്ടിന്റെയും സെയിം ആണ്. അപ്പൊ എത്രയാണ് ഏരിയ? വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെ, വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പം 1.5 മീറ്റർ തന്നെയാണ് അതിന്റെ ഏരിയ. അത് കഴിഞ്ഞ് ഹൈറ്റ് ഓഫ് സി ആൻഡ് ഡി സെയിം ആസ് ഓഫ് എ ആൻഡ് ബി. അപ്പം ഏതാണ് എ ആൻഡ് ബിയുടെ ഹൈറ്റ് എന്താണ്? 1.5 അല്ലേ. അപ്പൊ 1.5 തന്നെയാണ് എന്തിന്റെ സി ആൻഡ് ഡിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. Width of C is 2.5. What is the width of D? If total opening area is 9 meters square. Correct answer പെട്ടെന്ന് പറഞ്ഞോ, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ ഏരിയ തന്നിട്ടുണ്ട്, ഓപ്പണിങ്സിന്റെ എല്ലാത്തിന്റെ ഏരിയ കൂടി ആഡ് ചെയ്തിട്ട് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്.
What is the answer? ആർക്കെങ്കിലും കിട്ടിയോ? ജെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ 1.5 ആണ് കറക്റ്റ് ആൻസർ. അതെങ്ങനെയാണ് വന്നേക്കുന്നത്? ഏരിയ ഓഫ് എ ആൻഡ് ബി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൾട്ടിപ്ലൈ ചെയ്യുക 1.5 സ്ക്വയർ മീറ്റർ ഈച്ച്. സോ രണ്ടിന്റെ കൂടി ഏരിയ എത്രയാണ്? 3 അല്ലെ? 1.5 പ്ലസ് 1.5 3. കാരണം ടോട്ടൽ ഏരിയ തന്നിട്ടുണ്ട് 9 ആണ്. അപ്പൊ അതിനകത്തുനിന്ന് എന്റെയും ബിന്റെയും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്രയാ? 6 ആണ് കിട്ടുക അല്ലെ? 9ൽ നിന്ന് 3 കുറയ്ക്കുക. അത് കഴിഞ്ഞ് ഹൈറ്റ് ഓഫ് സി ആൻഡ് ഡി തന്നിട്ടുണ്ട് 1.5, വിത്ത് ഓഫ് സി തന്നിട്ടുണ്ട്. അപ്പൊ ഏരിയ ഓഫ് സി കണ്ടുപിടിക്കാലോ. ഹൈറ്റ് എത്രയാ? 1.5, വിത്ത് 2.5. അങ്ങനെയാണെങ്കിൽ ഏരിയ 3.75 ആണ്. അപ്പം ഇനി അടുത്ത നമ്മൾ ഓൾറെഡി ഇനി നമുക്ക് ഏരിയ ഓഫ് ഡി എത്രയാണ് എന്ന് കാണണം. ഏരിയ ഓഫ് ഡി എത്രയാ? 1.5 ഇൻറ്റു സം എക്സ്, വിത്ത് എക്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പൊ 1.5 എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 9 മൈനസ് 3 ഓൾറെഡി ചെയ്തു 6. 6ൽ നിന്ന് മറ്റേന്റെ നമ്മുടെ സിയുടെ ഏരിയ കുറയ്ക്കുക. 6 ഏരിയ കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 2.25 എന്ന് കിട്ടും. അപ്പൊ 1.5 എക്സ് ഇസ് ഈക്വൽ ടു 2.25. അങ്ങനെയാണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 2.25 ഡിവൈഡഡ് ബൈ 1.5. ഓക്കെ, കിട്ടിയല്ലോ? കറക്റ്റ് ആൻസർ കിട്ടിയല്ലോ? എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത question is prestigious international Aga Khan award winning project Slum Networking, a community driven project at Indore, is designed by ആരാണ്? അറിയാമോ? ഹിമാൻഷു പരീഖ്, ഉത്തം ജെയിൻ, ഹസ്മുഖ് പട്ടേൽ, നീലം മഞ്ജുനാഥ്. കറക്റ്റ് ആൻസർ is ഹിമാൻഷു പരീഖ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആഗാ ഖാൻ അവാർഡ് വിന്നിംഗ് പ്രോജക്റ്റ് ആയ സ്ലം നെറ്റ്വർക്കിംഗ് റിലേറ്റ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോജക്റ്റ്. കമ്മ്യൂണിറ്റീനെ ഗൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതല്ല റൈറ്റ് ടേം, അവരുടെ അപ്ബ്രിങ്ങിങ്ങിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനത്തെ ഒരു അപ്രോച്ച് ഉള്ള സ്ലം നെറ്റ്വർക്കിംഗ് പ്രോജക്റ്റ് അറ്റ് ഇൻഡോർ. ഇൻഡോർ എവിടെയാണ്? സ്ഥലം എവിടെയാണ്? മധ്യപ്രദേശ് അല്ലെ? ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, ഒന്ന് കൺഫേം ചെയ്യട്ടെ. ഇൻഡോർ മധ്യപ്രദേശ്. യെസ്, കറക്റ്റ് ആണ്. ഇൻഡോർ ആണ് ആ പ്രോജക്റ്റിന്റെ സൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗാർഡൻ ഓഫ് ദി ഹാർട്ട് ഡോക്യുമെന്ററി ഇസ് ബേസ്ഡ് ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിനൗൺഡ് ആർക്കിടെക്ചർ? ഗാർഡൻ ഓഫ് ദി ഹാർട്ട് ഏതാണ്? സാന്റിയാഗോ കലട്രാവ, റെൻസോ പിയാനോ, കിഷോ കുറോക്കാവ, ജോസഫ് എലൻസ്റ്റീൻ. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ജോസഫ് എലൻസ്റ്റീന്റെ ഡോക്യുമെന്ററി ആണ് ഗാർഡൻ ഓഫ് ദി ഹാർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതിന്റെ ഒപ്പം തന്നെ ബുക്സ്, ഫേമസ് ആയിട്ടുള്ള ബുക്സ് നോക്കണം എന്ന്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. മാനുവൽ ഓഫ് സെക്ഷൻ, അത് ആരുടെ ബുക്സ് ആണ്? ആരാണ് അതിന്റെ ഓത്തേഴ്സ്? പോൾ ലൂയിസ്, മാർക്ക് സുറുമാക്കി, ഡേവിഡ് ജെ ലൂയിസ്. ഓക്കെ, ഡേവിഡ് ജെ ലൂയിസ്, അങ്ങനെ രണ്ട് അറിയാവുന്ന, പോൾ ലൂയിസ്, ഡേവിഡ് ലൂയിസ് ആൻഡ് മാർക്ക് സുറുമാക്കി. ഓക്കെ, SML എക്സൽ, സ്മോൾ മീഡിയം ലാർജ് എക്സ്ട്രാ ലാർജ് എന്നാണ് അതിന്റെ പേര്. OMA, റെം കൂൾഹാസ്. ഓക്കെ, റെം കൂൾഹാസ്. OMA ഫുൾ ഫോം എന്താണ്? ഓഫീസ് ഫോർ മെട്രോപൊളിറ്റൻ ആർക്കിടെക്ചർ. ഓഫീസ് ഫോർ മെട്രോപൊളിറ്റൻ ആർക്കിടെക്ചർ, OMA. റെം കൂൾഹാസ് ആണ് അതിന്റെ ഓഥർ. ഓക്കെ, ഓക്കെ. ആൻഡ് ഈ മാനുവൽ ഓഫ് സെക്ഷൻസിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു പിക്ചർ ഇല്ലേ, ഒരു ബിൽഡിങ്ങിന്റെ സെക്ഷൻ ആണ് തന്നേക്കുന്നത്. ബിൽഡിങ്ങിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെർട്ടിക്കലി കട്ട് ചെയ്യുന്നതാണ് സെക്ഷൻ. സോ തന്നിരിക്കുന്ന സെക്ഷൻ അത് ഏത് ബിൽഡിങ്ങിന്റെ ആണെന്ന് പറയാമോ?
ഏത് ബിൽഡിങ്ങിന്റെ സെക്ഷൻ ആണത്? യെസ് ജമീൽ. മിസ് അത് മൈക്ക് തന്നെ ഓണായി പോണതാ കുറച്ച്. ഓക്കെ ഓക്കെ യാ. ഏത് ബിൽഡിങ്ങിന്റെ സെക്ഷൻ ആണത്? ആർക്ക് പറയാം? അത് ആ ബിൽഡിങ്ങിന്റെ സെക്ഷൻ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അതൊരു റാമ്പ് ആണ് അല്ലെ? ആ കട്ട് ചെയ്തിരിക്കുന്ന ആ ലെവൽസ് നോക്കിയേ, കണ്ടോ? ഇവിടുന്ന് ഒരു റാമ്പ് വഴിയാണ്. അപ്പൊ ഇതിന്റെ ത്രൂ ഔട്ട് ഇങ്ങനെ റാമ്പ് വഴിയാണ് അവിടെ മേലെ വരെ എത്തുന്നത്. ഈ മേലത്തെ പോർഷൻ അതൊരു ഏട്രിയം ആണ്. നാറ്റക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. മേലെയുള്ളത് ഏട്രിയം ആണ്, മനസ്സിലായി? അതായത് ഈ മേലെയുള്ളത് സ്കൈലൈറ്റ് ആണ്. അതിന്റെ താഴത്തെ ഭാഗം, അതിന്റെ താഴെയുള്ള ഭാഗമാണ് ഏട്രിയം എന്ന് പറയുന്നത്. ഇറ്റ് സിമിലർ ടു ഒരു കോർട്ട്യാർഡ് പോലെ, കവേർഡ് കോർട്ട്യാർഡ് പോലെ കേട്ടോ. അതിന്റെ മേലെയുള്ളത് സ്കൈലൈറ്റിന്റെ താഴെ അത്രയുള്ള സ്പേസ്, ഇതിന്റെ താഴെയുള്ള ഇത്രയുള്ള സ്പേസ് എല്ലാ ആൾക്കാരും വ്യൂ ചെയ്യുന്ന ഈ ഒരു സ്പേസിനെ പറയുന്നതാണ് എന്ത്? ഏട്രിയം. ഓക്കെ, യെസ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് ഏട്രിയം ആണ്. ഏട്രിയം എന്താണ്? സ്കൈലൈറ്റ് എന്താണ്? പിന്നെ റാമ്പ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. റാമ്പ് ആണ് ത്രൂ ഔട്ട് ആ ബിൽഡിങ്ങിനകത്ത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം, ഇത് ബിൽഡിംഗ് ഇസ് ഗഗിനിയ മ്യൂസിയം. ഓക്കെ, ഗഗിനിയ മ്യൂസിയം ആണ് ബിൽഡിംഗ്. പക്ഷെ ഗഗിനിയ മ്യൂസിയം 2 എണ്ണം ഉണ്ട്. ഓക്കെ, യാ. ഗഗിനിയ മ്യൂസിയം ഇൻ ബിൽബാവോ, സ്പെയിൻ. ആരാണ് ആർക്കിടെക്ട്? ഗഗിനിയ മ്യൂസിയം ഇൻ ബിൽബാവോ, സ്പെയിൻ. ആർക്കിടെക്ട് ആരാണ്? യെസ്, എഫൽ റൈറ്റ് ആണ്. ഈ ഒരു ബിൽഡിംഗ് ഇത് എവിടെയാണ് സ്ഥലം? ഒരു മിനിറ്റ്. ന്യൂയോർക്കിലാണ്. ഓക്കെ, ന്യൂയോർക്കിലാണ് ഈ ഗഗിനിയ മ്യൂസിയം. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്തായിരുന്നു അറിയോ? ഇതിന്റെ എന്താണ് ഒരു സ്ട്രക്ചർ വന്നിട്ട് കോൺകേവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കോൺകേവ് ആയിട്ടുള്ള ഒരു വാൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ ടൈപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിയം പോലെ അല്ലെങ്കിൽ എക്സിബിഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പം പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ഇത്രയും ഡിസൈൻ ചെയ്ത ബിൽഡിംഗ് ആയിട്ട് പക്ഷെ സർഫസസ് വന്നു കഴിഞ്ഞപ്പം they were not able to put up their ആർട്ട് വർക്ക്സ്, അവരുടെ പെയിന്റിങ്സ് ഒന്നും അവിടെ ഹാങ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ജസ്റ്റ് എക്സ്ട്രാ ഒരു പോയിന്റ്. ഓക്കെ, ഇതൊന്ന് ആൻസർ ചെയ്യാം. ഏതൊക്കെയാണ് ബിൽഡിങ്സ് എന്ന് നോക്കാം. ഏതാണ് ഓപ്ഷൻ ഡി? ഏതാണ് ഈ ഓപ്ഷൻ ഡിയുടെ സെക്ഷൻ ആയിരുന്നു ഇപ്പൊ തന്നിരുന്നത്? മനസ്സിലായോ? ഓപ്ഷൻ ഡി എന്തിന്റെ പിക്ചർ ആണ്? ഗഗിനിയ മ്യൂസിയം ബൈ എഫൽ റൈറ്റ്. ഓക്കെ, ഗഗിനിയ മ്യൂസിയം ബൈ എഫൽ റൈറ്റ് ആണ്. ആൻഡ് ഓപ്ഷൻ സി ഏതാണ്? ഹൈദർ അലിയേവ് സെന്റർ ബൈ സഹ ഹദീദ് ആണ്. ഓപ്ഷൻ ബി ഏതാണ്? IHCയുടെ ബിൽഡിംഗ് ആണ് കേട്ടോ. യാ, സോ അത് ഇന്ത്യൻ ഹാബിറ്റാറ്റ് സെന്റർ, അതാണ് IHC ബൈ ജോസഫ് എലൻസ്റ്റീൻ. ആൻഡ് ഓപ്ഷൻ എ മോഡേൺ സ്കൂൾ ന്യൂഡൽഹി ബൈ ജസ്ബീർ സച്ദേവ് ആൻഡ് റോസ്മേരി സച്ദേവ്. ഓക്കെ, സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് നോക്കട്ടെ. A1 അല്ല, A1 അല്ല. ഫസ്റ്റ് വൺ പിക്ചർ ഏതാണ്? മോഡേൺ സ്കൂൾ ആണ്. രണ്ടാമത്തെ ആണ് ഇന്ത്യൻ ഹാബിറ്റാറ്റ് സെന്റർ. അപ്പം A3 B1 C2 അല്ല, അത് ഹൈദർ അലിയേവ് മ്യൂസിയം C4 ആൻഡ് D2. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. യെസ്, ഓപ്ഷൻ സി. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ. Which city amongst the following cities is not a presidency city of colonial India? കൊളോണിയൽ ഇന്ത്യയിലെ പ്രസിഡൻസി സിറ്റീസ് അല്ലാത്തത് ഏതാണ്? അപ്പൊ ആയിരുന്നത് ഏതൊക്കെയാണ് എന്ന് ആലോചിക്കുക. ഏതൊക്കെയാണ്?
ബോംബെ, കൽക്കട്ട, മദ്രാസ് ആണ് പ്രസിഡൻസി സിറ്റീസ്. ഓക്കെ, മദ്രാസ്, ബോംബെ, കൽക്കട്ട അതാണ് പ്രസിഡൻസി സിറ്റീസ്. അപ്പം അല്ലാത്തത് ഏതാണ്? ഡൽഹി. ഡൽഹിയാണ് പ്രസിഡൻസി സിറ്റി അല്ലാത്തത്. ഓക്കെ, അപ്പം അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ ഒരു പോയിന്റ്. യാ, 3 പ്രസിഡൻസി ടൗൺസ് ഏതാണ്? മദ്രാസ്, ബോംബെ ആൻഡ് കൽക്കട്ട. ആൻഡ് capitals of Bombay, Bengal and Madras presidencies in British India were called presidency cities. അതിനകത്ത് എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് മൾട്ടി ഫങ്ഷണൽ സിറ്റീസ് ആയിരുന്നു. പോർട്ട്, വെയർ ഹൗസസ്, homes and offices, army camps as well as educational institutes, museums and libraries. Multifunctional ആയിരുന്നു. പല ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റീസ് ആദ്യത്തെ കാലത്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിറ്റീസ് ആയിരുന്നു. ആൻഡ് ബ്രിട്ടീഷ് ഫോക്കസ് ചെയ്തിരുന്ന സിറ്റീസ് എന്നും കൂടി പറയാം. ഓക്കെ, അവരുടെ എന്താ പറയാ, കൊളോണിയലിസം എന്നുള്ള ഒരു ഐഡിയ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന സിറ്റീസ് ഇതായിരുന്നു എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇത് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 മാച്ച് ചെയ്യാം. നാഷണൽ ഹൗസിംഗ് ആൻഡ് ഹാബിറ്റാറ്റ് പോളിസി അത് എവിടെയാണ്? ജവഹർ നെഹ്റു നാഷണൽ JNNURM. ഓക്കെ, JNNURM അത് ഏത് വർഷമാണ്? സ്വച്ഛ് ഭാരത് മിഷൻ ഏത് വർഷമാണ്? അപ്പൊ നിങ്ങൾ കറക്റ്റ് ആൻസേഴ്സ് നോക്കുക. ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിംഗ് ആണ് കുറച്ച്. അപ്പം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കുക. സ്വച്ഛ് ഭാരത് മിഷൻ ഏതാണ്? 2014 സ്വച്ഛ് ഭാരത് മിഷൻ. ജവഹർ നെഹ്റു നാഷണൽ urban റിന്യൂവൽ മിഷൻ അതേതാണ്? 3 2005. സ്മാർട്ട് സിറ്റി ഏതാണ്? 1 അതായത് 2015. അത് കഴിഞ്ഞ് നാഷണൽ ഹൗസിംഗ് ആൻഡ് ഹാബിറ്റാറ്റ് പോളിസി 1998. സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കറക്റ്റ് ഏതൊക്കെയാണ് ആൻസേഴ്സ്. അടുത്തത് PPP സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? പുഷ് പുൾ പ്ലാൻ, പേരന്റ്സ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാം, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, പീപ്പിൾ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? യെസ്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് കഴിഞ്ഞ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ലോവസ്റ്റ് ലാൻഡ് പോയിന്റ് ഓൺ ദി എർത്ത്? മരീന ട്രെഞ്ച് ആണോ, ഡെഡ് സീ ആണോ, കേപ്പ് ടൗൺ ആണോ, ബാലി ആണോ? ഓപ്ഷൻ ബി, ഡെഡ് സീ. ഇപ്പൊ ഹയസ്റ്റ് മൗണ്ടെയിൻ ഓൺ എർത്ത് ഏതാ? മൗണ്ട് എവറസ്റ്റ്, ലൊക്കേറ്റഡ് ഇൻ നേപ്പാൾ ആൻഡ് ടിബറ്റ്. ഓക്കെ, അത് കുറച്ച് എക്സ്ട്രാ പറഞ്ഞ പോയിന്റ്സ്. അടുത്തത് ദ പ്രൈം മിനിസ്റ്റർ, യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ മെമ്പർ ഓഫ് ഏതിന്റെയൊക്കെ മെമ്പർ ഇത്രയും മെമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് വരുന്നത് അതേതാണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. പ്ലാനിംഗ് കമ്മീഷൻ അല്ല. അടുത്തത് ഐഡന്റിഫൈ ദി അപ്രോപ്രിയേറ്റ് സെക്ടർ ഓഫ് എക്കണോമി ഫോർ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി. എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനെ പറ്റിയ ഒരു സെക്ടർ ഏതായിരുന്നു? ഏതാണ്? ക്വാർട്ടർണറി ആണോ, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ? എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? എഡ്യൂക്കേഷൻ കംസ് അണ്ടർ ദി ക്വാർട്ടർണറി സെക്ടേഴ്സ് ഓഫ് എക്കണോമി. എക്കണോമിക്ക് 4 സെക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രൈമറിയിൽ റോ മെറ്റീരിയൽസ് ആണ് വരുന്നത്. സെക്കൻഡറിയിൽ അതിന്റെ മാനുഫാക്ചറിങ്, എങ്ങനെയാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ഫാമിംഗ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ് ആലോചിക്കുക. അഗ്രികൾച്ചർ, ഫാമിംഗ്, ഫിഷിംഗ്, എക്സ്ട്രാക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഒക്കെയാണ് ഫസ്റ്റ് പ്രൈമറിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതിന്റെ മാനുഫാക്ചർ ചെയ്യുക, അതിന്റെ പ്രോസസ് ചെയ്യുക. യൂട്ടിലിറ്റീസ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് കൺസ്ട്രക്ഷൻസ് ഒക്കെ വരുന്നത് സെക്കൻഡറിയിലാണ്. ടെർഷ്യറിയിൽ വരുന്നത് അതിന്റെ റീറ്റെയിൽ, അതിന്റെ സെല്ലിംഗ് ഒക്കെ വരുന്നതാണ് ടെർഷ്യറിയിൽ. സർവീസ് സെക്ടർ, കമ്മ്യൂണിക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി ആൻഡ് ലിഷർ, റിയൽ എസ്റ്റേറ്റ്, IT അതൊക്കെ വരുന്നത് ടെർഷ്യറിയിലാണ്. ക്വാർട്ടർണറിയിലാണ് എഡ്യൂക്കേഷൻ വരുന്നത്. എഡ്യൂക്കേഷൻ, പബ്ലിക് സെക്ടർ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ടൗൺ പ്ലാനിംഗ് അഡ്വൈസർ ടു ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ HV ലാങ്കാസ്റ്റർ ആണ്.
ഉമൈദ് ഭവൻ പാലസിന്റെ ആർക്കിടെക്റ്റ് ആണ് HV ലാങ്കാസ്റ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. HUDCO സ്റ്റാൻഡ്സ് ഫോർ ഹരിയാന Urban Development Corporation, ഹൗസിംഗ് ഇൻ urban Delhi ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഒക്കെ ആണോ? ഹൗസിംഗ് ആൻഡ് Urban Development Corporation ലിമിറ്റഡ് ആണോ? ഹൗസിംഗ് ഫോർ urban dwellers ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ? ഏതാണ് മേക്ക് സെൻസ് ചെയ്യുന്ന ഒരു ആൻസർ? ഏതാണ്? യെസ്, ഹൗസിംഗ് ആൻഡ് Urban Development Corporation ലിമിറ്റഡ് ആണ്. അടുത്തത്, ആസ് പെർ UNCHS 3 മോസ്റ്റ് significant factors responsible for urban growth are. Urban growthല് influence ചെയ്യുന്ന factors ഏതൊക്കെയാണ്? Economic and industrial policies, changes in political setup, changes in legal administrative status, improvement in quality of life in the cities. Most significant factors urban growthന് significant factor ആയിട്ടുള്ള ഏതാണ്? ACD കേട്ടോ, അത് യുണൈറ്റഡ് നേഷൻസ് സെന്റർ ഫോർ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്, അതാണ് UNCHSന്റെ അബ്രിവിയേഷൻ. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് സെന്റർ ഫോർ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ്. അതിനകത്ത് ഒരു ബേസിക് അല്ലെങ്കിൽ 3 മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫാക്ടേഴ്സ് ആയിട്ട് ലിസ്റ്റ് ചെയ്തത് എന്തൊക്കെയാണ്? എക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ പോളിസീസ് എങ്ങനെയാണ്, അത് കഴിഞ്ഞ് ചേഞ്ചസ് ഇൻ ലീഗൽ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, ഇംപ്രൂവ്മെന്റ് ഇൻ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ സിറ്റീസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The inequality between duration of day and night becomes greater or more marked when we travel. അതായത് duration of day and night അത് കൂടുന്നത് becomes greater or more marked when we travel from എവിടുന്ന് to എവിടുന്ന്. ഏതാണ് കറക്റ്റ് ആൻസർ? എന്താണ് കറക്റ്റ് ആൻസർ? ഇക്വേറ്റർ ടു പോൾസ്. അങ്ങനെയല്ലേ നമ്മൾ അതിനകത്ത് ഇക്വേറ്ററിന്റെ അവിടെ അല്ലെങ്കിൽ താഴോട്ട് അല്ലെങ്കിൽ സമ്മർ വിന്റർ എന്നുള്ളതൊക്കെ വരുമ്പം ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് ഈസ്റ്റ് വെസ്റ്റ്, വെസ്റ്റ് ടു ഈസ്റ്റും അല്ല അല്ലെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും അല്ല. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുമ്പോഴാണ് ഈ വിന്റർ എന്നുള്ള ഒരു സംഭവം വരുന്നത്. ഓക്കെ, അപ്പൊ വിന്ററിൽ കുറച്ചും കൂടി എന്താ പറയാ ഡേ ടൈം കുറവും പെട്ടെന്ന് രാത്രിയാകും അല്ലെ. അപ്പൊ അതിന്റെ ഇനീക്വാളിറ്റി, ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ പല വേരിയേഷൻസ് വരും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി ഇൻഹാബിറ്റഡ്. ഇത് കുറച്ച് പ്ലാനിങ് ക്വസ്റ്റ്യൻസ് ആണ്, ജസ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, മുൻപ് അത് രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. വിച്ച് മീൻസ് അതിനകത്തുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഓൾഡസ്റ്റ് കണ്ടിന്യൂസ്ലി ഇൻഹാബിറ്റഡ് സിറ്റി ഇൻ ഇന്ത്യ ഏതാണ്? വാരാണസി. Jericho, a city in the Palestine territories, is a strong contender for the oldest continuous settlement in the world. Okay, വേൾഡിലെ തന്നെ ഓൾഡസ്റ്റ് എന്താ പറയാ കണ്ടിന്യൂസ് സെറ്റിൽമെന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ജെറിക്കോ. ദാറ്റ് ഇസ് ഇൻ പലസ്തീൻ. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് അപ്പൊ ആർക്ക് അവയർനെസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ ഈ ഒരൊറ്റ മാപ്പിൽ നിന്ന് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദ ഗിവൻ ഫിഗർ വിച്ച് സോൺ ഇസ് ഓൺ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഇതിനകത്ത് അപ്പൊ നോർത്തിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോ നോർത്ത് ഇങ്ങോട്ടേക്ക് കാണിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുമ്പം റൈറ്റ് ആണ് ഈസ്റ്റ്, ലെഫ്റ്റ് വെസ്റ്റ്. മനസ്സിലായോ? അപ്പം നോർത്ത് എങ്ങോട്ടേക്ക് കാണിക്കുന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ, റൈറ്റ് ആണ് ഈസ്റ്റ്, അപ്പം ലെഫ്റ്റ് വെസ്റ്റ് അല്ലെ. സോ ഏതാണ് ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ് നോർത്ത് വെസ്റ്റിലുള്ളത്? കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ്. വെരി ഗുഡ്, കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് ആണ് നോർത്ത് വെസ്റ്റിലുള്ളത്. അത് കഴിഞ്ഞ് ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് വരണോ? ഓക്കെ, ചോദിക്കാം. In the given figure, temple is situated at
5 meter higher than roundabout. Roundabout എന്ന് പറഞ്ഞാൽ നടുവിലുള്ള കണക്ഷൻ ആ സർക്കുലർ പോർഷൻ ആണ് കേട്ടോ roundabout എന്ന് പറഞ്ഞത്. 5 meter higher than roundabout. 10 meter higher than ടെമ്പിളിന്റെ പൊസിഷൻ നോക്കുക, ടെമ്പിൾ എവിടെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റൗണ്ടബോട്ട് എവിടെയാണ് ഇരിക്കുന്നത് നോക്കുക. ഓക്കെ, ഇതിനകത്ത് മേലേക്ക്, അതായത് റൗണ്ടബോട്ട് ഇരിക്കുന്നത് 100 അല്ലെങ്കിൽ 100 എന്നുള്ള പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഒരു 105. അപ്പൊ ടെമ്പിൾ ഒരു ഹയർ പൊസിഷനിൽ, അതൊരു കോണ്ടൂറിലാണ് ഇരിക്കുന്നത് കേട്ടോ. ആ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഓരോ കുന്നിന്റെ ഓരോരോ തട്ടാണ്, മനസ്സിലായോ? അങ്ങനെ അല്ലെങ്കിൽ ഒരു ഹയർ പൊസിഷൻ ആണ്, അങ്ങനെ ആലോചിക്കുക. ലൈൻസ് അതിന് കോണ്ടൂർ ലൈനാണ് കേട്ടോ. അപ്പം സർക്കുലർ പോർഷൻ ആൻഡ് ടെമ്പിൾ തമ്മിൽ എത്ര ലൈൻസ് ഉണ്ട്? 2 ലൈൻസ് ഉണ്ട് അല്ലെ? അപ്പം അങ്ങനെ ഒത്തിരി ആലോചിച്ചില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ലോജിക്കലി അത് കൗണ്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാലും കറക്റ്റ് ആൻസർ കിട്ടും. എന്താണ് കറക്റ്റ് ആൻസർ? 10 meter higher than. 10 meter higher than roundabout. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാലും മതി, 2 ലൈൻസ് ആയിട്ട് ഇടയിലുണ്ട്. അപ്പം ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ 5 meter ഡിഫറൻസ് അല്ലേ വന്നേക്കുന്നത്, 100 പിന്നെ അടുത്ത 105. അപ്പം 5 into 2, 2 ലൈൻസ് ഉണ്ട്, 5 into 2, അപ്പൊ 10. ആൻഡ് ടെമ്പിൾ ഹയർ പൊസിഷനിലാണോ ലോവർ പൊസിഷനിലാണോ? ഹയർ പൊസിഷനിൽ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൻ ഫിഗർ വിച്ച് ഏരിയ ഈസ് ഹാവിംഗ് എ കൾഡിസാക്. കൾഡിസാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ഒരു വേർഡ് ശ്രദ്ധിച്ചു നോക്കാം, നമുക്ക് ആർക്കിടെക്ചറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. കൾഡിസാക് എന്ന് പറഞ്ഞാൽ ഡെഡ് എൻഡ് ആണ്. ഡെഡ് എൻഡ് ആൻഡ് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് എന്താ പറയാ റിവേഴ്സ് അല്ലെങ്കിൽ സർക്കിൾ ചെയ്ത് അല്ലെങ്കിൽ കറങ്ങി വരാൻ പറ്റുന്ന, മനസ്സിലായോ? അവിടെ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതാണ് കൾഡിസാക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ കൾഡിസാക് ഉള്ള സോൺ ഏതാണ്? റീറ്റെയിൽ സോൺ നോക്ക്. റീറ്റെയിൽ സോൺ എവിടെയാണ്? റീറ്റെയിൽ സോണിലുണ്ടോ കൾഡിസാക്? ഇല്ല. ബിസിനസ് പാർക്ക് സോൺ അവിടെ ഉണ്ടോ? അവിടെയോ ഇല്ല. കമ്മ്യൂണിറ്റി ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ റെസിഡൻഷ്യൽ സോണിനകത്ത് നോക്കിക്കേ, ഈ ഒരു പോർഷൻ കണ്ടോ? ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഇതാ ഇവിടെ ഈ ഒരു അറ്റം കണ്ടോ? ഇതെല്ലാം ബിൽഡിങ്സിന്റെ ഒരു പ്ലാൻ ആണ് കേട്ടോ. അതായത് ഇങ്ങനെ റോഡാണ് ഈ പോകുന്നത്, ആൻഡ് അതിന്റെ അപ്പുറത്തും ഉള്ളത് ബിൽഡിങ്സ് ആണ്. അപ്പൊ ഈ ബിൽഡിങ്സ് ഇത് കാണിക്കുന്നത്, ഇതിനകത്ത് എന്തുണ്ട്? കൾഡിസാക് ഉണ്ട്. അപ്പൊ റെസിഡൻഷ്യൽ സോണിനകത്താണ് കൾഡിസാക് ഉള്ളത്. അതിന്റെ കുറച്ചുകൂടി സൂംഡ് ഇൻ ആയിട്ടുള്ള പിക്ചർ ആണിത് കേട്ടോ. ഇത് പ്ലാൻ ആണ്, ഫസ്റ്റ് പിക്ചർ പ്ലാൻ ആണ്. ഇതൊരു കൾഡിസാക് ആണ്. ഇതിങ്ങനെ പോയിട്ട് ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ആ റോഡ് തന്നെ നേരെ തന്നെ തിരിച്ചു വരുന്നു, അതൊരു കൾഡിസാക് ആണ്. നമ്മളുടെ നാട്ടിലും അങ്ങനെ ചിലപ്പോഴും അത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലാനിങ്ങിലാണ് ഇതിങ്ങനെ ഓരോന്നും വരുന്നത്. ഈ പിക്ചർ എന്താണ്? ബോട്ടം ഓഫ് ദി ബാഗ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കാരണം അതിന്റെ അപ്പുറം വേറൊന്നും ഇല്ല അല്ലെ. ഡെഡ് എൻഡ് അല്ലെങ്കിൽ ആൻ എൻഡ് ആസ് എ സ്ട്രീറ്റ് വിത്തൗട്ട് എൻ എക്സിറ്റ്. അതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ വന്ന വഴി തന്നെ പോകാനല്ലാതെ വേറൊരു വഴിയില്ല. ഓക്കെ, ഇതൊരു കൾഡിസാക് ആണ്. മനസ്സിലായോ? അതിന്റെ പിക്ചേഴ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കൾഡിസാക് എന്താണെന്നുള്ളത്. അപ്പൊ കൾഡിസാക് എവിടെയാണ്? ഈ റെസിഡൻഷ്യൽ സോണിലാണ് ഇരിക്കുന്നത്. പ്ലാൻ ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, ആ ഒരു എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൊത്തം 108 സ്ലൈഡ്സ് ആയിരുന്നു. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ കുറെ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെക്കുക ആൻഡ് റിക്കളക്ട് ചെയ്യുക. ഓക്കെ, ചെറിയ ചെറിയ നോട്ട്സ് ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. Okay, so see you. Good night. Bye. Thank you, ma'am.